ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ ഹെയർ കെയർ ചലഞ്ചിന്റെ 12th ഡേ കഴിഞ്ഞതിനകത്ത് ഞാൻ 11th ഡേക്ക് പകരം 10th ഡേ എന്ന് പറഞ്ഞു. അറിയാതെ ഡേയ്സ് ഓർമ്മയില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇന്ന് നമ്മുടെ ഹെയർ കെയർ ചലഞ്ചിന്റെ 12th ഡേ ആണ്, സക്സസ്ഫുൾ 12th ഡേ. അപ്പോൾ ഞാനിപ്പോൾ ഞാൻ പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ മുടിയാണ്, അതുകൊണ്ടാണ് നനഞ്ഞിട്ടൊക്കെ ഇരിക്കുന്നത്. ഞാൻ തോർത്തിയതൊന്നുമില്ല, ചീകിയില്ല, ഒന്നുമില്ല, അങ്ങനെ നാച്ചുറലായിട്ട് വന്നിട്ട് എടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹെയർ കെയർ എന്ന് പറയുന്നത്, നമ്മൾ ഓൾറെഡി ഹെന്ന ഇട്ടിട്ട് നമ്മുടെ ഹെയർ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുകയായിരിക്കും. കാരണം നമ്മൾ ഷാമ്പൂ ഒന്നും ഇട്ട് കഴുകുന്നില്ല, കണ്ടീഷണർ ഇടുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, മുടി ജസ്റ്റ് വാഷ് ചെയ്യുക മാത്രമാണ് ചെയ്തത് അല്ലേ, നമ്മൾ ഹെന്ന ചെയ്യുമ്പോൾ. ഇന്ന് നമ്മൾ ഹെന്ന ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതുകൊണ്ട് ഹെയറിനെ ഒന്ന് കണ്ടീഷൻ ചെയ്യാനായിട്ട്, അതായത് ഹെയറിന് ആ ഡ്രൈനെസ് ഒക്കെ മാറ്റി കുറച്ച് പ്രോട്ടീൻ ഒക്കെ കൊടുത്ത് അതിനെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് മുടിയെ കണ്ടീഷൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഓൾറെഡി ഒരു കണ്ടീഷണറിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നമ്മുടെ പ്രോപ്പർ കണ്ടീഷനിങ് ആണ്. ഇത് നമ്മൾ ഇത്രയും ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്ത് മുടിക്ക് നല്ലൊരു പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ മുടിയുടെ ഫ്രിസിനെസ് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി കണ്ടീഷണറാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഇത് മസ്റ്റായിട്ടും, പ്രത്യേകിച്ചും ഒരുപാട് ഡ്രൈ ഹെയർ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ ഹെന്ന ചെയ്ത് കഴിഞ്ഞ് ഉണങ്ങി കഴിഞ്ഞ് നല്ലപോലെ ഡ്രൈ ആകുന്ന സമയത്ത് അന്ന് തന്നെ ചെയ്യണമെന്നില്ല, അടുത്ത ദിവസം ചെയ്താലും മതി, ഇതുപോലെ ഒരു കണ്ടീഷണർ തലയിൽ അപ്ലൈ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഇത് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും വീട്ടിൽ തന്നെ, അതായത് നമ്മുടെ വീട്ടിലൊക്കെ സുലഭമായിട്ടുള്ള അലോവേര വെച്ചിട്ടാണ് ഇത് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒറിജിനൽ അലോവേര തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ അല്ലാത്ത അലോവേര ജെൽ എടുക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ ഗുണം ഇതിനായിരിക്കും, ഒറിജിനൽ അലോവേരയ്ക്കായിരിക്കും. പിന്നെ വെളിയിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ അവർക്ക് ഒറിജിനൽ ആയിട്ടുള്ള അലോവേര കിട്ടാനുള്ള ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമ്മുടെ നോർമൽ അലോവേര എടുക്കാം, കുഴപ്പമില്ല, അലോവേര ജെൽ എടുക്കാം, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ പ്യൂർ ആയിട്ടുള്ള അലോവേര ജെൽ എടുക്കുമ്പോഴാണ് ഇതിന് കൂടുതലായിട്ട് ഒരു നല്ല റിസൾട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ എപ്പോഴും നിങ്ങൾ അലോവേര ജെൽ എടുക്കുമ്പോൾ അതിന്റെ താഴത്തെയുള്ള മഞ്ഞ സാധനം ഒന്ന് പോകുന്നത് വരെ ഒന്ന് ചരിച്ചു വെക്കുകയോ അല്ലെങ്കിൽ ഒന്ന് കയറ്റി ചേർത്ത് വെട്ടുകയോ ചെയ്യുക. കാരണം മഞ്ഞ ഇരുന്ന് നമുക്ക് തലമുടി ചൊറിച്ചിലൊക്കെ ഉണ്ടാവും, അലർജി ഉണ്ടാവാൻ, മേ ബി ഫംഗസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അത് മാത്രം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇന്നത്തെ 12ാമത്തെ ഡേയിൽ എങ്ങനെയാണ് ഈ ഒരു കണ്ടീഷണർ നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ 2 സാധനങ്ങൾ മാത്രം മതി നമുക്ക് നമ്മുടെ ഹെയർ കണ്ടീഷൻ ചെയ്യാനായിട്ട്, അതായത് നമ്മൾ ഹെന്നയിട്ട് ഡ്രൈ ആയതിനു ശേഷം കണ്ടീഷൻ ചെയ്യാനായിട്ട്. ആദ്യം വേണ്ടത് അലോവേരയുടെ ജെല്ല് ഞാൻ ഇതുപോലെ എടുത്ത് വെച്ചേക്കുവാണ്. ഏകദേശം ഒരു വലിയൊരു അലോവേരയുടെ ജെല്ലാണിത്. ഒരു വലിയ അലോവേര എന്ന് പറയുമ്പോൾ നല്ല വലിയൊരു തണ്ട്, ഒരു 1/2 കപ്പോളം വരും. അപ്പോൾ ഇത്രയും ഒരു അലോവേരയുടെ ജെല്ലെടുക്കാം. അതിൻ്റെ കൂടെ ഒരു മുട്ടയുടെ മഞ്ഞ, വെള്ളം ഫുള്ളായിട്ട് എടുക്കണമെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷേ നമ്മളിങ്ങനെ മുടി നല്ല ഹെന്നയൊക്കെ ചെയ്ത് കണ്ടീഷൻ ചെയ്യുന്ന സമയത്ത് മൊത്തം നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. ഇത് മുട്ടയുടെ മഞ്ഞ മാത്രം എടുത്താൽ മതി. ഇല്ല മൊത്തമായിട്ട് വേണം എന്നാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിലും മൊത്തമായിട്ട് എടുക്കാം, ഇല്ലെങ്കിൽ മഞ്ഞ മാത്രമായിട്ട് എടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ ഈ മുട്ടയുടെ മൊത്തമായിട്ടാണ് എടുക്കുന്നത്. കാരണം എൻ്റെ മുടി അത്ര ഡ്രൈയും അല്ല, എന്നാൽ എന്താ പറയുന്നത് ഫ്രിസി ഇതും അല്ല, ഓയിലിയും അല്ല. അപ്പോൾ രണ്ടും അല്ലാതെ നോർമൽ ഹെയർ ആണ് എൻ്റെത്. അപ്പം ഞാൻ അതുകൊണ്ട് ഈ മുട്ടയുടെ ഫുള്ളായിട്ട് എടുക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണ്, ഹെന്ന ചെയ്തതിന് ശേഷം ഭയങ്കര ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ മഞ്ഞ മാത്രം എടുത്താൽ മതി. ഇല്ല ഹെന്ന ചെയ്തതിന് ശേഷവും നോർമലായിട്ട് തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കിത് മൊത്തമായിട്ടും എടുക്കാം. ഇല്ല നല്ല ഓയിലി ആയിട്ടാണ് എണ്ണ ചെയ്തതിന് ശേഷവും ഇരിക്കുന്നതെങ്കിൽ മുട്ടയുടെ വെള്ള മാത്രം എടുക്കാം. എൻ്റെ ഇപ്പോൾ ഒരു നോർമൽ ഹെയർ ആയതുകൊണ്ട് ഞാനിത് മൊത്തമായിട്ട് എടുക്കുവാണ്. മുട്ടയുടെ മഞ്ഞ മാത്രമല്ല, മുട്ടയുടെ വെള്ളയും മഞ്ഞയും ചേർത്താണ് ഞാനിവിടെ എടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇത് രണ്ടും കൂടെ മിക്സിയിൽ നല്ലപോലെ അരച്ചെടുക്കുക. നമ്മൾ എണ്ണയൊന്നും ചേർക്കണ്ട, ഒന്നും സ്പെഷ്യലായിട്ട് ചേർക്കണ്ട. ഇത് രണ്ടും മാത്രം മതി. നല്ല വൃത്തിയായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ കണ്ടില്ലേ, ഞാനിപ്പോൾ നല്ലപോലെ ആ വെള്ളയും മുട്ടയുടെ വെള്ളയൊക്കെ നല്ല പത പോലെ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അവർ അലോവേരയും അടിക്കുമ്പോൾ ജസ്റ്റ് അതിനൊരു പത വരും. നമ്മളിങ്ങനെ മുട്ടയായിരുന്നാലും ശരി അടിക്കുമ്പോൾ അതിനൊരു പത വരും. അപ്പോൾ അതെ ഇതുപോലെ പതയായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇത് വേണം നമ്മൾ തലമുടിയിലും തലയോട്ടിയിലും ഒക്കെ. ഇതൊരു നല്ല കണ്ടീഷണർ പോലെയും വർക്ക് ചെയ്യും. ഇതൊരു പ്രോട്ടീൻ കൂടിയാണ്. മുട്ട എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മുടെ തലയിൽ ഒരു പ്രോട്ടീൻ പോലെയാണ് വർക്കാവുന്നത്. മുടി നല്ല സ്ട്രെങ്ത് ആക്കാനും മുടി പൊട്ടിപ്പോകാതിരിക്കാനും മുടി വളർച്ച നല്ല പെട്ടെന്നാക്കാനും ഒക്കെ സഹായിക്കും ഇത്. അതും അലോവേരയും മുട്ടയും ഉള്ളൊരു കോമ്പിനേഷൻ എന്ന് പറയുമ്പം നല്ല രീതിയിൽ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് മുടിയിൽ ഫുള്ള് തലയോട്ടിയിലും തലമുടിയിലും ഒക്കെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കാണിക്കാം. ഞാനിപ്പം അപ്ലൈ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നില്ല, കാരണം ഞാനിപ്പോൾ വീട്ടിനകത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ടാകും, തറയിലും ഒക്കെ ആകും. അതായത് ബാത്റൂമിലൊക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്യാവും. കാരണം അറിയാമല്ലോ, മുട്ടയെന്ന് പറയുന്നത് നമ്മൾ പുറത്തൊക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടിയിലൊക്കെ തറയിലൊക്കെ ആയിട്ട് ഭയങ്കര സ്മെല്ലായിരിക്കും. അതുകൊണ്ട് ഞാനിപ്പം വീട്ടിനകത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാത്തത്. നിങ്ങൾ സാധാരണ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ, ഞാൻ എപ്പോഴും എങ്ങനെയാണ് തലയിൽ മസാജ് ചെയ്യുന്നത് അതുപോലെ തന്നെ തലയോട്ടിലും തലമുടിയിലും ഒക്കെ ഫുള്ള് മസാജ് കൊടുത്തിട്ട് വാരി കെട്ടിവെക്കുക. കെട്ടിവെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞ് ഏതെങ്കിലും നല്ലൊരു ചെമ്പരത്തി താളിയോ ഉലുവ അരച്ചതോ എന്തെങ്കിലും വെച്ചിട്ട്, ഹെർബൽ ആയിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് നല്ല രീതിയിൽ കഴുകിക്കളയുക.
കുറച്ച് നേരം സ്മെല്ലുണ്ടാവും, അത് കുഴപ്പമില്ല. പക്ഷേ അത് പോകെ പോകെ ആ സ്മെല്ല് നല്ലോണം ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ സ്മെല്ല് ഫുള്ളായിട്ട് മാറിക്കോളും. അടുത്ത ദിവസം നമ്മളിങ്ങനെ ഓയിൽ മസാജൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ആ സ്മെല്ല് പൊയ്ക്കോളും. അതേസമയം മുടിക്ക് നല്ലൊരു പ്രോട്ടീൻ കവറിങ് പോലെ നല്ല മുടിയെ നല്ല സ്ട്രെങ്ത് ആക്കാനായിട്ടും സഹായിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പാക്ക്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, വളരെ എളുപ്പമല്ലേ? നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ കിട്ടുന്ന മുട്ടയും അലോവേരയും വെച്ചിട്ട് എങ്ങനെ വളരെ ഈസി ആയിട്ട്, നിങ്ങളിത് ചുമ്മാതെ തള്ളിക്കളയരുത്. ഇത് വളരെ നല്ലൊരു പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണ്. നമ്മുടെ മുടിക്ക് എന്ന് വെച്ചാൽ വളരെ ഗുണങ്ങളുള്ള, നമുക്ക് എന്ത് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ഇന്ന് ചെയ്ത് നാളെ റിസൾട്ട് കിട്ടും എന്നൊരു കാരണവശാലും വിചാരിക്കരുത്. നമ്മൾ ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് അതിന്റെ വിസിബിൾ റിസൾട്ട് അറിയാൻ പറ്റുന്നത്. നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ പതുക്കെ പതുക്കെ കുറഞ്ഞ് നമ്മുടെ മുടിയുടെ തിക്നെസ് ഒക്കെ കൂടി. പിന്നെ ഈ ഒരു പാക്കിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ ഒരു പാക്ക് ഇട്ട് കഴിയുമ്പോൾ മുടി കുറച്ച് തിക്കായിട്ടിരിക്കുന്ന പോലെ, എണ്ണ ഇടുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി മുടി നല്ല തിക്നെസ് ഒക്കെ ഉള്ളതുപോലെ തോന്നും. നമ്മൾ അതുപോലെ ഈ ഒരു ഹെയർ കെയർ റൊട്ടീൻ ഞാൻ നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ അതുപോലെയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ നല്ല മുടി കിട്ടാനായിട്ട് സഹായിക്കും. മുടി മീൻസ് ഞാൻ അറിയില്ല, നല്ല എന്താ പറയുന്നത്, കനമുള്ള, നല്ല വണ്ണമുള്ള, നല്ല ഭംഗിയുള്ള, നല്ല കറുപ്പായിട്ടുള്ള മുടി കിട്ടാനായിട്ട് സഹായിക്കും. പിന്നെ നിങ്ങൾ ഇതിട്ട് കഴിഞ്ഞിട്ട് ശേഷം ഷാമ്പു ഉപയോഗിച്ച് ഷാമ്പു അതായത് എന്തൊരു സ്മെല്ലുണ്ടാവും. കാരണം മുട്ടയല്ലേ, മുട്ടയുടെ മഞ്ഞ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് പറഞ്ഞതുപോലെ ഏതാണോ നിങ്ങളുടെ ഹെയർ ടൈപ്പ് അതനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. മുട്ടയുടെ വെള്ളയോ മഞ്ഞയോ നോർമൽ ഹെയർ ഉള്ളവർക്ക് രണ്ടും യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നാച്ചുറലായിട്ട് നമുക്കൊരു സ്മെല്ല് വരും. മുട്ടയുടെ സ്മെല്ല് എന്ന് പറയുന്നത് നല്ല രൂക്ഷമായിട്ടുള്ള സ്മെല്ലായിരിക്കും. അത് എന്തായാലും തലമുടിയിൽ ഉണ്ടാകും. അപ്പൊ അത് പോകാനായിട്ട് ഞാൻ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ഉലുവ ഞാൻ തലേന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഉലുവയ്ക്കകത്ത് ഒരു 4 വെണ്ടയ്ക്ക, നല്ല കൊഴുപ്പുള്ള വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് നല്ലപോലെ അരച്ചെടുത്തിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ മുടി കഴുകിയത്. നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള താളി ഉപയോഗിച്ചിട്ട് കഴുകാം, അല്ലെങ്കിൽ അങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള ചെറുപയർ പൊടി ഉപയോഗിച്ചിട്ട് കഴുകാം, കടലമാവ് ഉപയോഗിച്ചിട്ട് കഴുകാം, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഹെർബൽ ഷാമ്പു ഉപയോഗിച്ചിട്ട് കഴുകാം. ഏതാണോ അത് ഉപയോഗിച്ചിട്ട് കഴുകാം. എനിക്ക് നല്ല ഒരു റിസൾട്ട് ആണെന്ന് മുമ്പ് ഉപയോഗിച്ചപ്പോഴും എനിക്കൊരു നല്ല വിസിബിൾ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഈ ഉലുവ നല്ലതുപോലെ അരച്ചിട്ട്, ഉലുവയും വെണ്ടയ്ക്കയും കൂടെ നല്ലപോലെ അരച്ചിട്ട് കഴുകുമ്പോഴാണ് മുടിക്ക് ഒരു കൊഴുപ്പ് കിട്ടുക. മുടി നല്ലപോലെ നല്ല ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക്, ഇപ്പൊ നനഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്കൊന്നും അറിയാൻ പറ്റുന്നില്ല, ഉണങ്ങി കഴിയുന്ന സമയത്ത് മുടി നല്ല ഭംഗിയായിട്ട് കിടക്കും, നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ട് കിടക്കും. അടുത്ത ദിവസം നമുക്കത് അറിയാൻ പറ്റും, നല്ലൊരു വിസിബിൾ റിസൾട്ട്. കാരണം നല്ലൊരു കണ്ടീഷണർ അല്ലേ ഇത്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ഹെന്ന ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഹെയർ കെയർ റൊട്ടീന്, അതായത് നമ്മുടെ ഹെയർ കെയർ ചലഞ്ച് ചെയ്ത് വരുന്നവര് മസ്റ്റായിട്ടും നിങ്ങൾ ഹെന്ന ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പാക്ക് തലയിൽ ഇട്ട് കൊടുത്ത് മുടിയെ നാച്ചുറൽ ആക്കിയിട്ട് എടുക്കണം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പറക്കാം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, കൂട്ടുകാർക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് 13ാമത്തെ ഡേയിലെ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.